അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, വിശുദ്ധ ഖുർആനിൻ്റെ മാർഗത്തിലൂടെയുള്ള ഒരു യാത്ര. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ذلك الكتاب لا ريب فيه هدى للمتقين. صدق الله مولانا العليم. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ തുടങ്ങുന്നത് ഇപ്രകാരമാണ്: അലിഫ് ലാം മീം. പ്രത്യേകമായ അർത്ഥം അതിന് വിശദീകരിക്കപ്പെട്ടിട്ടില്ല. കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഒരു സൂക്തമാണത്. എങ്കിലും അലിഫ് ലാം മീം എന്നുള്ളതിൽ അലിഫിനെ കുറിച്ച് മുഫസ്സിറുകൾ പറയുന്നു അത് അല്ലാഹു എന്നുള്ളതിൽ നിന്നുള്ള അലിഫാണ് എന്നും, ലാമിനെ കുറിച്ച് പറയുന്നു ജിബ്രീൽ എന്നുള്ളതിലെ ലാമാണ് എന്നും, മീമിനെ കുറിച്ച് പറയുന്നു മുഹമ്മദ് എന്നുള്ളതിലെ മീമാണ് എന്നും പരിചയപ്പെടുത്തുന്നുണ്ട്. ദാലിക്കൽ കിതാബു, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുന്നു ഈ ഗ്രന്ഥം, ലാ റൈബ ഫീഹ്, അതിൽ സംശയിക്കണ്ട, ഹുദൽ ലിൽ മുത്തഖീൻ, അത് സൂക്ഷ്മാലുക്കൾക്ക് സന്മാർഗദർശനമാണ് എന്ന് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നാം പറഞ്ഞു വച്ചിരുന്നത് ഖുർആൻ ദിവ്യഗ്രന്ഥമാണ് എന്നുള്ളതാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം, നീതിമാനായ പ്രതാപിയായ അള്ളാഹുവിൽ നിന്നുള്ള അവതീർണമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. എന്നാൽ ചില ആളുകൾ ഇതിൻ്റെ അമാനുഷികതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇത് മനുഷ്യനിർമ്മിതമാണ് എന്നും, ഇത് മുഹമ്മദിൻ്റെ ജൽപ്പനങ്ങളാണ് എന്നും, എന്തൊക്കെയോ മുഹമ്മദ് വിളിച്ചു പറയുകയാണ് എന്നും ചില ആളുകളൊക്കെ കളിയാക്കിക്കൊണ്ട് പറയുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ചെറിയ അധ്യായമാണല്ലോ സൂറത്തുൽ കൗസർ. സൂറത്തുൽ കൗസർ ഏറ്റവും പുണ്യകരമായ ഒരു അധ്യായമാണ്. വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്നാ അഅതൈനാകൽ കൗസർ, അതിൻ്റെ പാരായണത്തിൻ്റെ പരിശുദ്ധി തന്നെ എത്ര മഹത്തരമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഹൃദയാന്തരാളങ്ങളിൽ ഏറ്റവും വലിയ പ്രകാശത്തിൻ്റെ, സന്തോഷത്തിൻ്റെ തുടികൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നാ അഅതൈനാകൽ കൗസർ, തീർച്ചയായും നിങ്ങൾക്ക് വലിയ അനുഗ്രഹത്തെ നാം നൽകിയിരിക്കുന്നു. ആ അനുഗ്രഹം ഹൗദുൽ കൗസറാണ് എന്നും ഖുർആൻ വ്യാഖ്യാത പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഫസല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് നിങ്ങളെ രക്ഷിതാവിന് വേണ്ടി അങ്ങ് ബലിദാനം നടത്തുകയും നമസ്കരിക്കുകയും ചെയ്യുക. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, തീർച്ചയായും നിങ്ങളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവനാണ്, അനന്തരാവകാശികൾ നഷ്ടപ്പെട്ട വാലറ്റ് പോയവൻ, ബർക്കത്തില്ലാത്തവനും. പുണ്യ റസൂലിൻ്റെ ആൺമക്കളൊക്കെ ചെറുപ്പത്തിൽ മരണപ്പെട്ടുപോയി. അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടിയും ഖാസിം എന്ന് പറയുന്ന കുട്ടിയും ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ പുണ്യ റസൂലിന് ജനിച്ച രണ്ട് ആൺമക്കളാണ്. പുണ്യ റസൂലിനെ ഈ ഖാസിമിലേക്ക് ചേർത്തുകൊണ്ട് അബുൽ ഖാസിം എന്ന ഓമന പേരിൽ അറിയപ്പെടുമായിരുന്നു. അബുൽ ഖാസിം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ റസൂലാണ്. പിന്നെ മാരിയത്തുൽ കിബിത്തിയ എന്ന് പറയുന്ന അടിമ സ്ത്രീയിൽ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. എല്ലാ ആൺമക്കളും വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയി. ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടപ്പോൾ പുണ്യ റസൂലിന് വലിയ വേദനയും വിഷമവും ഉണ്ടായി. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുണ്യ റസൂൽ സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇന്നാലി മൗതികയ ഇബ്രാഹിമുൽ മഹ്സൂനൂൻ, മോനെ ഇബ്രാഹിമേ, നിന്റെ വേർപാട് വല്ലാതെ ദുഃഖിപ്പിച്ചടാ എന്ന് പറഞ്ഞ് പുണ്യ റസൂൽ സങ്കടപ്പെട്ടു. ഉറ്റവരും ഉടയവരും മരണപ്പെട്ടാൽ ഇങ്ങനെ ഹൃദയത്തിൽ നിന്നുള്ള ആ സങ്കടം അനുവദനീയമാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അട്ടഹസിച്ച് കരയലും അവരെക്കുറിച്ച് എന്തൊക്കെയോ ഒളിച്ചു പറഞ്ഞ് കരയലും അതൊക്കെ അനിസ്ലാമികമാണ്. നാം ഗൗരവത്തിൽ അക്കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഈ സൂറത്ത് ആ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ്. പുണ്യ റസൂലിന് വലിയ വിഷമമായി. ചെറുപ്പത്തിൽ കുട്ടികളൊക്കെ, ആൺകുട്ടികളൊക്കെ വഫാത്തായപ്പോൾ അള്ളാഹുവിൻ റസൂലിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈ അധ്യായം ഇറങ്ങി. ഇത് അത്യപൂർവമായ ഒരു രചനയാണ്. അറബി സാഹിത്യത്തിലെ മീമില്ലാത്ത ഒരു രചനയാണ്. 3 സൂക്തങ്ങളും അവസാനിക്കുന്നത് റാ കൊണ്ടാണ്. ഇത്
കഅബയുടെ ഭിത്തിയിൽ എഴുതി വെക്കപ്പെട്ടു. വളരെ രസകരമായ ഈ അധ്യാപനങ്ങൾ കഅബയുടെ ഭിത്തിയിൽ ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. രസകരമായ ഈ ആയത്തുകൾ എഴുതി വെച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശത്രുക്കൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഖുർആൻ മനുഷ്യനിർമ്മിതമാണ്, ഇത് ദൈവീകമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അന്ന് അറബി സാഹിത്യകാരന്മാരിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഏറ്റവും വലിയ കുലപതിയ ലബീദ് എന്ന് പറയുന്ന പണ്ഡിതൻ, അറബി സാഹിത്യ സാമ്രാട്ടിലെ കിരീടം വെക്കാത്ത രാജാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്ന് പറഞ്ഞു, മുഹമ്മദ് എന്തൊക്കെയോ തോന്നിയത് കഅബയുടെ ഭിത്തിയിൽ എഴുതി വച്ചിട്ടുണ്ട്, കഅബത്തു ഷരീഫയുടെ ഭിത്തിയിൽ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങേക്ക് അതിനെയൊക്കെ തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അങ്ങ് എന്ത് ചെയ്യണം? അതിൻ്റെ മുകളിൽ അതിനേക്കാൾ സൗന്ദര്യമേറിയ ഒരു സാഹിത്യ രചന നിർമ്മിച്ചുകൊണ്ട് എഴുതി വെക്കണം. നിങ്ങൾക്ക് മനസ്സിനിണങ്ങുന്ന ഏതർത്ഥത്തിലുള്ള സമ്മാനങ്ങൾ നൽകാനും ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. ലബീദ് എന്ന് പറയുന്ന അറബി സാഹിത്യത്തിലെ ആ കുലപതി കഅബയുടെ അരികിലേക്ക് കടന്നു വന്നു. അദ്ദേഹം വായിച്ചു നോക്കി കഅബയിൽ എഴുതി വെച്ചത് ഇന്നാ അഅതൈനാകൽ കൗസർ. അത്ഭുതകരം തന്നെ ഈ രചന. തീർച്ചയായും അങ്ങേക്ക് ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ നാം നൽകിയിരിക്കുന്നു എന്നർത്ഥം വരുന്ന അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ലബീദ് അടുത്തത് ഓതുന്നു, ഫസല്ലി ലിറബ്ബിക വൻഹർ. അതുകൊണ്ട് അങ്ങയുടെ രക്ഷിതാവിന് വേണ്ടി അങ്ങ് തട്ടാംഗം നമിക്കുകയും നിസ്കരിക്കുകയും ബലിദാനം നടത്തുകയും ചെയ്യുക എന്ന് ലബീദിൻ്റെ അത്ഭുതം ഇരട്ടിക്കുകയും ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, അങ്ങയോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവനാണ് വാലറ്റ് പോയവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 സൂക്തങ്ങൾ ഓതിയപ്പോഴേക്കും ലബീദിൻ്റെ മനസ്സിൽ എന്തോ വലിയ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ അനുഭവമുണ്ടാവുകയാണ്. ലബീദ് പറഞ്ഞു, ഇതിനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സാഹിത്യ രചന നിർമ്മിക്കാൻ എനിക്ക് സാധ്യമല്ല, എനിക്ക് കഴിയില്ല, അത്രയും കഴിവെനിക്കില്ല. ലബീദിനോട് പറഞ്ഞു, നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്ത് സമ്മാനം വേണമെങ്കിലും ഞങ്ങൾ ഒരുക്കി തരാൻ തയ്യാറാണ്, നിങ്ങൾ എഴുതി വെക്കണം. ലബീദ് പറഞ്ഞു, അതിൻ്റെ മുകളിൽ എഴുതി വെക്കാൻ എനിക്ക് കഴിയില്ല, എന്നാൽ നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്ത് എഴുതി വെച്ചോളൂ. ലബീദ് പറഞ്ഞു, അതിൻ്റെ സൈഡിൽ ഞാൻ എഴുതി തരാം. സൈഡിലെങ്കിൽ സൈഡിൽ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അരികിൽ എഴുതി പിടിപ്പിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ലബീദ് ഇങ്ങനെ അത് നോക്കി 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 അതിൽ അത്ഭുതപ്പെട്ടുകൊണ്ട് ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്നിങ്ങനെ ഓതി ഓതി അദ്ദേഹത്തിൻ്റെ ഹൃദയാന്തരാളങ്ങളിൽ എന്തെന്നില്ലാത്ത അനുഭൂതി ജനിക്കുകയും ഇത് മനുഷ്യനിർമ്മിതമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അങ്ങനെ വിശുദ്ധ പ്രവാചകനെ കളിയാക്കുവാനും കരിവാരിത്തേക്കുവാനും പരിഹസിക്കുവാനും ഒരു അവസരം കാത്തുകൊണ്ട് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ജനതയ്ക്ക് മുമ്പിൽ ലബീദ് എഴുതി വച്ചത്, പ്രിയപ്പെട്ടവരെ, അതിന് തോൽപ്പിക്കുന്ന രീതിയിലല്ല. അദ്ദേഹം എഴുതി വച്ചു, മാ ഹാദാ ഖൗലുൽ ബശർ, ഇതൊരു മനുഷ്യന്റെ വാക്കല്ല, ഇത് മനുഷ്യനിർമ്മിതമല്ല, ഇത് മനുഷ്യന്റെ വാക്യമല്ല എന്ന് പറഞ്ഞ് ലബീദ് എഴുതി വെക്കുകയാണ്. മനുഷ്യനിർമ്മിതമാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് വിശുദ്ധ പ്രവാചകനെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്ന ലബീദ് എന്ന് പറയുന്ന പണ്ഡിതനും അംഗീകരിക്കേണ്ടി വന്നു, ഇത് മനുഷ്യനിർമ്മിതമല്ല, ഇത് ദൈവീകം തന്നെയാണ്. ലബീദിനോട് പറഞ്ഞു, നീയും മുഹമ്മദിൻ്റെ കുതന്ത്രത്തിന് വഴിപ്പെട്ടോ എന്ന് ചോദിച്ച് ആക്രമിക്കാൻ കടന്നു വന്നപ്പോൾ ലബീദ് പറയുകയാണ്, എനിക്ക് മറ്റു നിർവാഹമില്ല, സത്യം ഞാൻ വിളിച്ചു പറയേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ്, കലിമത്തു ഷഹാദ, ഏകദൈവ വിശ്വാസത്തിൻ്റെ വചനമുച്ചരിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ സുന്ദരമായ തീരത്തേക്ക് കടന്നു വന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വക്താവും അതിൻ്റെ പ്രയോക്താവും അതിൻ്റെ പ്രചാരകനും അതിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയ വ്യക്തിത്വവുമായി മാറിയെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഖുർആൻ മനുഷ്യനിർമ്മിതമാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്. ലോകത്ത് ബുദ്ധിയുള്ള ആളുകളൊക്കെ ഇത് അംഗീകരിക്കുകയും ഇത് സമ്മതിക്കുകയും ചെയ്തതാണ്. ലോകത്തറിയപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനാണ് മോറിസ് ബുഖായ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കുകയും ഒരുപാട് ആലോചിക്കുകയും ഒരുപാട് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുകയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്ത മനുഷ്യൻ. എന്നാൽ ഈ ഭ്രൂണത്തെക്കുറിച്ച് അദ്ദേഹം ഗൗരവത്തിൽ ചിന്തിച്ചു, അതിനെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചു, അന്വേഷിച്ചു. വിശുദ്ധ ഖുർആനിൽ
അത് ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണെന്നും ആ ഇന്ദ്രിയത്തുള്ളിയെ സുമ്മ ജഅൽനാഹു ഫീ ഖറാറിൻ മക്കീൻ, അതിനെ സുരക്ഷിതമായ ഒരു അണുബാധവും ഏൽക്കാത്ത, മഴയോ വെയിലോ കാറ്റോ അതല്ലെങ്കിൽ ബാഹ്യാർത്ഥത്തിൽ എങ്ങനെയൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥകളുണ്ടോ അതിൽ നിന്നെല്ലാം സുരക്ഷിതമായി ഏറ്റവും സുരക്ഷിതമായ ഒരു അറയിൽ അതിനെ നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ള ഈ വാക്യം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുകയും ആ വാക്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും പഠനം നടത്തുകയും ചെയ്തു. അദ്ദേഹം ഇസ്ലാമിൻ്റെ തീരത്തേക്ക്, ഖുർആനിൻ്റെ വഴിയിലേക്ക് കടന്നു വന്ന് ദി മോഡേൺ സയൻസ് ആൻഡ് ദി ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ, ദി ഖുർആൻ ആൻഡ് ദി മോഡേൺ സയൻസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ, ഖുർആനും ആധുനിക ശാസ്ത്രവും എന്ന് പറയുന്ന ഏറ്റവും വലിയ വിലപ്പെട്ട ഒരു പുസ്തകം തന്നെ ലോകത്തിന് സമർപ്പിക്കുകയും, പ്രിയപ്പെട്ടവരെ, ആ യൂട്രസിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞതിനെ അദ്ദേഹം വ്യാഖ്യാനിക്കുകയും അദ്ദേഹം പ്രചരിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ ഖുർആൻ ഒരിക്കലും അത് മനുഷ്യനിർമ്മിതമല്ല. യൂട്രസിനെ കുറിച്ച് ഒരു ഡോക്ടർ, ഒരു ബിഷഗ്വരൻ പറഞ്ഞത് ഞാൻ ഓർത്തു പോകുന്നു. ഒരു സഹോദരി, ആ സഹോദരി പ്രസവിച്ചിട്ട് ആ സഹോദരിക്ക് ബ്ലീഡിങ്, നിൽക്കാത്ത രക്തസ്രാവം ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തിയിട്ട് യൂട്രസ് എടുത്ത് കളഞ്ഞു, യൂട്രസ് റിമൂവ് ചെയ്തു. ഡോക്ടർമാർ സംസാരിക്കുമ്പോൾ പറയുകയാണ്, ഒരു സ്ത്രീയുടെ ഗർഭാശയം എന്ന് പറയുന്നത്, ആ ഗർഭാശയത്തിന് ചുറ്റും ഒരുപാട് ഞരമ്പുകൾ ആവരണം ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും വികസിച്ചു വരികയും ഏറ്റവും പൂർണ്ണാവസ്ഥയിലെത്തുന്നത് പ്രസവത്തോടടുക്കുന്ന സന്ദർഭത്തിലാണ്. ആ സന്ദർഭത്തിൽ സ്വാഭാവികമായ പ്രസവത്തിന് പകരം സിസേറിയനും മറ്റുമൊക്കെയാണെങ്കിൽ ഈ ആവരണം ചെയ്യപ്പെട്ട ഞരമ്പുകളൊക്കെ വികസിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു ഞരമ്പിന് ക്ഷതമേറ്റ് കഴിഞ്ഞാൽ രക്തം ഏറ്റവും വലിയ അപകടാവസ്ഥയിൽ പുറത്തേക്ക് വരും. പിന്നെ അവിടെ ശേഖരിച്ചു വച്ചിരുന്ന ആ രക്തം സ്വാഭാവികമായി പുറത്തേക്ക് കളയും. അതിനാണല്ലോ പ്രസവരക്തം നിഫാസ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെ അബദ്ധങ്ങൾ സംഭവിച്ചാൽ വലിയ ജീവൻ തന്നെ ഭീഷണിയിലാകുന്ന പ്രശ്നമുണ്ടാകും. ഇങ്ങനെയാണ് ഈ സഹോദരിക്ക് സംഭവിച്ചത് എന്നും ആ ഗർഭാശയത്തിന് പുറത്ത് ആവരണം ചെയ്തിട്ടുള്ള ആ പ്രത്യേകമായ ആ ആവരണം, ആ ഗർഭാശയം എന്ന് പറയുന്ന ആ അത്ഭുതകരമായ മനുഷ്യൻ്റെ അവയവം, അതിനെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ദൈവം തമ്പുരാൻ തന്നെ അതിനെ മടക്കി സാവധാനം ഒരു കർച്ചീഫ് മടക്കി വെച്ചതുപോലെ, ഒരു ശീലയുടെ കഷ്ണം മടക്കി വെച്ചതുപോലെ സുന്ദരമായി എടുത്തു വെക്കും പ്രസവാനന്തരം. ഇങ്ങനെ മടങ്ങുന്നതിന് താമസം സംഭവിക്കുകയും അതിന് ക്ഷതമേൽക്കുകയും ചെയ്യുമ്പോഴാണ് ഈ അത്ഭുതകരമായ ഈ അപകടാവസ്ഥ ഉണ്ടാകുന്നത് എന്ന് ഡോക്ടർ പറയുകയും ഈ പ്രതിഭാസം ദൈവം തമ്പുരാന് മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ എന്നുള്ളതിനെക്കുറിച്ച് പഠിപ്പിച്ചു തരികയും ഇത് മോറിസ് ബുഖായി ലോകത്തിന് സമർപ്പിക്കുന്നു. സുമ്മ ജഅൽനാഹു ഫീ ഖറാറിൻ മക്കീൻ എന്നുള്ള അധ്യാപനത്തിലൂടെ അള്ളാഹുവിൽ നിന്നുള്ള ഈ ഗ്രന്ഥം അതിൻ്റെ ഒരക്ഷരത്തിന് പോലും സമാനമായ അക്ഷരങ്ങൾ നിർമ്മിക്കുവാൻ ലോകത്തിന് സാധിച്ചിട്ടില്ല. കേൾക്കണോ നിങ്ങൾക്ക്? ഇതിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഖുർആനിനെ ഇല്ലായ്മ ചെയ്യാൻ ചില ആളുകൾ കടന്നു വരികയുണ്ടായി. അവർ പറഞ്ഞു, ഒരു ഇസ്ലാമിക പണ്ഡിതനെ സമീപിച്ചപ്പോൾ ആ ഇസ്ലാമിക പണ്ഡിതനോട് പറയുകയാണ്, ഖുർആനിലെ ഹൃദയമെന്ന് പറയുന്ന ഒരു അധ്യായമുണ്ടല്ലോ, സൂറത്ത് യാസീൻ. ആ സൂറത്ത് യാസീൻ എന്ന് പറയുന്ന ആ അധ്യായം ഒരു തവണ ഓതിയാൽ 10 തവണ ഖുർആൻ മുഴുവനും ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന അനുഗ്രഹീതമായ ഒരു അധ്യായമാണ്, ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീനെ കുറിച്ച് പറഞ്ഞത് അത് ഖുർആനിൻ്റെ ഹൃദയമാണ്. ഏതൊരു വസ്തുവിനും ഹൃദയമുണ്ടാകും. ഖുർആനിൻ്റെ ഹൃദയം സൂറത്ത് യാസീനാണ്. സൂറത്ത് യാസീൻ അത് പ്രഭാതത്തിൽ നിങ്ങൾ പാരായണം ചെയ്യുന്നുവെങ്കിൽ വൈകുന്നേരത്തിനിടയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എളുപ്പ വഴികൾ അള്ളാഹു ഒരുക്കി തരും. വൈകുന്നേരം അത് പാരായണം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രഭാതത്തിനിടയിലുള്ള കാര്യങ്ങളിലൊക്കെ അള്ളാഹു എളുപ്പ വഴികൾ ഒരുക്കി തരും. അങ്ങനെയുള്ള സൂറത്ത് യാസീൻ അവസാനിക്കുന്നത് ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. നമുക്കൊക്കെ കാണാതെ പാരായണം ചെയ്യാൻ കഴിയുന്ന, എല്ലാ ദിവസവും പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് സഹോദരിമാരും സഹോദരങ്ങളും ഒക്കെ പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണല്ലോ സൂറത്ത് യാസീൻ. അതിൻ്റെ അവസാനം ഇങ്ങനെയുണ്ടല്ലോ, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. തീർച്ചയായും ഇന്നമാ അംറുഹു അള്ളാഹുവിൻ്റെ കൽപ്പന, അള്ളാഹുവിൻ്റെ കാര്യം, ഇദാ അറാദ ശൈഅൻ ഒരു വസ്തുവിനെ അള്ളാഹു ഉദ്ദേശിച്ചാൽ, ഒരു വസ്തുവിനെ സംവിധാനിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചു, എന്നാൽ അൻ യഖൂല ലഹു കുൻ, അതിനോട് കുൻ എന്ന് പറഞ്ഞാൽ ഫയകൂനു അതുണ്ടാകുമെന്ന് ഖുർആനിൻ്റെ സൂറത്ത് യാസീനിൻ്റെ അവസാനം പറയുന്നുണ്ട്. ഇസ്ലാമിക പണ്ഡിതരെ സമീപിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ ചില ആളുകൾ പറഞ്ഞു,
അള്ളാഹുവിന് എന്തെങ്കിലും ഒന്ന് സംവിധാനിക്കണമെങ്കിൽ കുൻ എന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ അതുണ്ടാകുമെന്നല്ലേ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിക പണ്ഡിതൻ പറഞ്ഞു, അതെ, അത് ശരിയാണ്. അപ്പോൾ അവർ വിശുദ്ധ ഖുർആനിലെ മറ്റൊരു സൂറത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പറയുന്നു, അള്ളാഹു പറയുന്നല്ലോ വിശുദ്ധ ഖുർആനിൽ, ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള് ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ സ്തവഅ അലൽ അർശ്. ഇന്ന റബ്ബക്കുമുല്ലാഹ്, തീർച്ചയായും നിങ്ങളെ രക്ഷിതാവായ അള്ളാഹു, ഖലഖസ് സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചത് ഫീ സിത്തത്തി അയ്യാം, 6 ദിവസങ്ങളെടുത്തു എന്ന് പറയുന്നുവല്ലോ. സുമ്മ സ്തവഅ അലൽ അർശ്, പിന്നെ ആ സിംഹാസനത്തിൽ അവൻ ചൊവ്വാവുകയും ചെയ്തു എന്ന് ഖുർആനിൽ പറയുന്നുവല്ലോ. ഇത് വൈരുദ്ധ്യമല്ലേ? ദൈവീകമെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഈ വൈരുദ്ധ്യം എങ്ങനെ അതിൽ സംഭവിച്ചു? അതുകൊണ്ട് ഇത് മനുഷ്യനിർമ്മിതമല്ലേ എന്ന് ചോദിച്ച് ചില ആളുകൾ കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ആ ഇസ്ലാമിക പണ്ഡിതൻ പറഞ്ഞു, ഇതിന് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മറുപടി പറയുന്നില്ല. ഞാൻ നിങ്ങളുടെ ദേവാലയത്തിലോ നിങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലോ ഞാൻ വന്ന് ഇത് വിശദീകരിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രത്യേകം അദ്ദേഹത്തെ സ്വീകരിച്ചു, അദ്ദേഹത്തിനൊരു ഡേറ്റ് കൊടുത്തു. അദ്ദേഹം അവരൊരുമിച്ച് കൂടുന്ന സ്ഥലത്തേക്ക് വന്നു. അവിടെ പ്രിയപ്പെട്ടവരെ, ജനങ്ങളെ വിളംബരം നടത്താൻ തൂക്കിയിട്ട ഒരു ബെല്ലുണ്ടത്രേ. ആ ബെല്ല് അദ്ദേഹം ഇസ്ലാമിക പണ്ഡിതൻ കണ്ടപ്പോൾ ചോദിച്ചു, ഇതെന്താ? പറഞ്ഞു, ഇതിങ്ങനെ അടിക്കാനുള്ള ഒരു മണിയാണ്. ഇതടിച്ചാൽ പ്രത്യേകമായ ശബ്ദമുണ്ടാകും. ആ ശബ്ദമുണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് ഒരു വിവരം അതിലൂടെ ലഭിക്കുകയാണ്. ഇത് വിളംബരം നടത്തുവാനുള്ള ഒരു ഉപകരണമാണ്. മഹാനായ പണ്ഡിതൻ ചോദിച്ചു, ഞാനതൊന്നു അടിച്ച് അതിൻ്റെ ആ പ്രവർത്തനമൊന്ന് നിരീക്ഷിച്ചോട്ടെ. പറഞ്ഞു, സമയമായിട്ടില്ല. എങ്കിലും നിങ്ങൾ അതിഥിയായി കടന്നു വന്നപ്പോൾ നിങ്ങളിലുള്ള അത്ഭുതകരമായ ഒരു പ്രവർത്തനത്തെ നേരിട്ട് നോക്കിക്കാണാനും അതിനെ എനിക്ക് ശ്രവിക്കുവാനുമുള്ള ഒരു അവസരം നിങ്ങൾ നൽകുമോ? അങ്ങനെ പറഞ്ഞപ്പോൾ അവസരത്തിന് സമ്മതം കൊടുത്തു. ഇസ്ലാമിക പണ്ഡിതൻ ആ ബെല്ലൊന്ന് അടിച്ചു നോക്കി. ബെല്ലടിച്ചപ്പോൾ ശബ്ദമുണ്ടായി, ഠിം. പക്ഷേ ശബ്ദം അവിടെ നിന്നില്ല. ഒരു പ്രത്യേകമായ ഒരു മൂളൽ, ഒരു നീണ്ട ഒരു ശബ്ദം, എന്ന് പറയുന്നൊരു ശബ്ദം അങ്ങനെ ഉണ്ടാകുമല്ലോ ഒരു ബെല്ലടിച്ചാൽ. ഇസ്ലാമിക പണ്ഡിതൻ അത്ഭുതത്തോടുകൂടി അതിലേക്ക് നോക്കി നിന്നു. അപ്പോൾ കൂടെയുള്ളവർ ചോദിച്ചു, എന്താണ് അന്തം വിട്ട് നിൽക്കുന്നത്? അതതിൻ്റെ റിഫ്ലക്ഷനാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഏതൊരു വസ്തുവിനും റിഫ്ലക്ഷൻ ഉണ്ടാകുമല്ലോ, പ്രതിധ്വനി ഉണ്ടാകുമല്ലോ. ആ ബെല്ലടിച്ചപ്പോൾ അതിൻ്റെ പ്രതിധ്വനിയാണ്. നാം ഒരു പാത്രത്തിൽ മുട്ടി നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിന് പ്രതിധ്വനി ഉണ്ടാകുമല്ലോ. ഭൂമിക്ക് അങ്ങനെ പ്രതിധ്വനി ഉണ്ടാകും, ആകാശങ്ങൾക്ക് പ്രതിധ്വനി ഉണ്ടാകും, സർവ്വ സൃഷ്ടികൾക്കും പ്രതിധ്വനി ഉണ്ടാകും. ഇത് ഇസ്ലാമിക പണ്ഡിതനോട് അവർ പറഞ്ഞു കൊടുത്തു. പ്രതിധ്വനിയെക്കുറിച്ച്, റിഫ്ലക്ഷനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക പണ്ഡിതൻ ആ സന്ദർഭത്തിൽ സ്വതസിദ്ധമായ ശൈലിയിലൂടെ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, സഹോദരങ്ങളെ, ഏതൊരു വസ്തുവിനും പ്രതിധ്വനി ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുവല്ലോ. ഇത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമികളെ, ആകാശങ്ങളെ സൃഷ്ടിച്ചപ്പോഴും പ്രതിധ്വനിയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അള്ളാഹുവിന് ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ അത്രയും സമയം വേണ്ടി വന്നിട്ട് പോലുമില്ല. പിന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിൻ്റെ പ്രതിധ്വനികളായിരുന്നു 6 ദിവസമെന്ന്. അതാണ് ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള് ഫീ സിത്തത്തി അയ്യാം സുമ്മ സ്തവഅ അലൽ അർശ് എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് എന്ന് പറഞ്ഞപ്പോൾ ഇത് ദൈവീകം തന്നെ എന്ന് സമ്മതിക്കേണ്ടി വന്നു. അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹീതമായ വചന സമാഹാരമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ. ആ ഗ്രന്ഥത്തിലേക്ക് നോക്കിയിരിക്കൽ പോലും പുണ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 3 വസ്തുക്കളിലേക്ക് നോക്കിയിരിക്കൽ പുണ്യമാണ്. അതിലൊന്ന് പറഞ്ഞത് അന്നളുറു ഇലാ വജ്ഹി ഉമ്മി, ഒന്ന് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ പുണ്യമുള്ളതാണ് മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുക എന്നുള്ളത്. മാതാവിൻ്റെ തൃപ്തിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴിയൊരുക്കുന്നത്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമി ഉമ്മഹാതിക്കും, നിങ്ങളുടെ മാതാവിൻ്റെ കാൽ കീഴിലാ നിങ്ങൾക്കുള്ള സ്വർഗമെന്ന് വിശുദ്ധ പ്രവാചകർ പരിചയപ്പെടുത്തി തരും. അത്ഭുതകരമല്ലേ? മാതാവിൻ്റെ കാൽ കീഴിലുള്ള ആ സ്വർഗം, ആ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ പുണ്യം, ആ മാതാവിനോട് സംസാരിക്കൽ പുണ്യം, ആ മാതാവിന് സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ പുണ്യം. പരിശുദ്ധ റമളാനിൽ പോലും പുണ്യ റസൂല് പറയുന്നു, മൻ ബർറ വാലിദൈഹി ഫി റമളാൻ, ആരെങ്കിലും റമളാൻ മാസത്തിൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ മുന്നോട്ട് വന്നാൽ യനാലു നളറല്ലാഹി തആല ബിർറഹ്മ, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യത്തിൻ്റെ നോട്ടം അവൻ എത്തിക്കുമെന്ന് വിശുദ്ധ പ്രവാചകർ പരിചയപ്പെടുത്തി തരും. എന്നാൽ ഇന്ന്
മാതാവിൻ്റെ മനസ്സ് വെറുപ്പിക്കുന്നവരല്ലേ നമ്മിലുള്ള ബഹുഭൂരിഭാഗം ആളുകളും. മാതാവ് എത്ര കഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടവരെ, നമ്മെ പോറ്റി വളർത്തിയിട്ട് ഇങ്ങനെയൊക്കെ ആക്കി തീർക്കാൻ ആര് ചിന്തിക്കാറുണ്ട്? കുഞ്ഞുനാളിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ മാതാവിൻ്റെ മനസ്സ് വേദനിച്ച് കരയുന്ന അവസ്ഥ നിങ്ങൾ ഓർക്കാറുണ്ടോ? കുഞ്ഞു ഉറങ്ങിയില്ല എങ്കിൽ ഉറങ്ങാതെ തൊട്ടിലിൽ കിടത്തി താരാട്ട് പാട്ടുപാടി നേരം പുലരുവോളം കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട മാതാവിൻ്റെ ആ പ്രയാസകരമായ ആ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്രകാരം തന്നെ ഒരുപക്ഷെ ആ മാതാവിൻ്റെ മടിത്തട്ടിൽ മൂത്രമൊഴിക്കുകയും കാഷ്ടിക്കുകയും ഒക്കെ ചെയ്തിട്ടും കഴുത്ത് ഞെക്കി കൊലപ്പെടുത്താതെ കാരുണ്യത്തോടെ വളർത്തിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട മാതാവിനെ ഓർക്കാറുണ്ടോ? പുണ്യ റസൂൽ പറയാണ്, അന്നളുറു ഇലാ വജ്ഹി ഉമ്മി, ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ പുണ്യമാണ്. ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നതിന് പകരം അന്യ സ്ത്രീകളുടെ ശരീരത്തിലേക്കും മാംസള ഭാഗങ്ങളിലേക്കും നോക്കിക്കൊണ്ട് സൗന്ദര്യത്തിൽ സായുജ്യമടയുന്ന ഏറ്റവും വലിയ അപകടാവസ്ഥയല്ലേ നമുക്ക് മുമ്പിലുള്ളത്? സിനിമാ പോസ്റ്ററുകളിൽ നഗ്നനൃത്തം ചവിട്ടുന്ന പെൺകോലങ്ങളാണ് പല ആളുകൾക്കും ജീവിതത്തിന് ഏറ്റവും വലിയ ആനന്ദം പകർന്നു കൊടുക്കുന്നത്. പുണ്യ റസൂൽ പറയുന്നു, അന്നളുറു ഇലാ വജ്ഹി ഉമ്മി, ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ പുണ്യമാണ്. അപ്രകാരം പറഞ്ഞു, വന്നളുറു ഇലൽ ഖുർആൻ, ഖുർആനിലേക്ക് നോക്കിയിരിക്കൽ പുണ്യമാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങളാകുന്ന വിശുദ്ധ ഖുർആൻ അത് രേഖപ്പെടുത്തി വെച്ചതിലേക്ക്, മുസ്ഹഫിലേക്ക് നോക്കിയിരിക്കൽ പുണ്യമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തരുന്നു. ഖുർആൻ പാരായണം ചെയ്യാൻ അറിയാത്ത ആളുകൾ അതിൻ്റെ അക്ഷരങ്ങൾ നോക്കി തീർക്കുന്നുവെങ്കിൽ അവനക്ക് വലിയ പ്രതിഫലമാണ്. കണ്ണിൻ്റെ പാവങ്ങൾ പൊറുക്കപ്പെടും വിശുദ്ധ ഖുർആനിലേക്ക് നോക്കിയിരുന്നാൽ. എത്രയോ ആളുകൾ ഖുർആനിലേക്ക് നോക്കുമ്പോൾ തന്നെ പൊട്ടിക്കരഞ്ഞിരുന്നത് ചരിത്രത്തിലുണ്ടല്ലോ. ഇസ്ലാമിക സാമ്രാജ്യത്വത്തിൻ്റെ പ്രഥമ ഖലീഫ, ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ അധിപൻ, ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ ഏറ്റവും വലിയ സാന്നിധ്യമായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ മറിച്ചാൽ തന്നെ, ഖുർആൻ തുറന്നു നോക്കിയാൽ തന്നെ പൊട്ടിക്കരയുമായിരുന്നു. എപ്പോൾ ഖുർആൻ ഓതുമ്പോഴും കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ച ഏറ്റവും വലിയ വ്യക്തിത്വമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവരുടെ പുരുഷന്മാരുടെ നേതാവായി അള്ളാഹുവിൻ്റെ റസൂൽ അവരോധിച്ചത്. വന്നദറു ഇലൽ ഖുർആൻ, ഖുർആനിലേക്ക് നോക്കിയിരിക്കൽ പുണ്യമാണ്. പിന്നെ പറഞ്ഞു, വന്നദറു ഇലൽ കഅബ, കഅബയിലേക്ക് നോക്കിയിരിക്കലും പുണ്യമാണ് എന്ന്. അള്ളാഹുവിൻ്റെ ദേവാലയമാണ്, അള്ളാഹുവിൻ്റെ ഭവനമാണ് പ്രിയപ്പെട്ടവരെ കഅബ എന്ന് പറയുന്നത്. മക്കയിലെ മസ്ജിദുൽ ഹറം എന്ന് പറയുന്ന ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള പള്ളിക്കകത്തുള്ള ആ കറുത്ത കില്ലയിട്ട ആ ചതുരത്തിലുള്ള ആ നിർമ്മാണം ഭൂമിയിൽ അള്ളാഹു ആദ്യമായി നിർമ്മിച്ച ഭവനമാണത്. അവിടെ ലക്ഷക്കണക്കിന് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, കോടിക്കണക്കിന് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരിലധികവും ആ പരിശുദ്ധ ദേവാലയത്തെ പ്രദക്ഷിണം വെച്ചിട്ടുണ്ട്. അവരുടെ പാദം പതിഞ്ഞ് പരിശുദ്ധമായ മണ്ണാണത്. ലോകത്ത് കടന്നു വന്ന ഔലിയാക്കൾ, പരിശുദ്ധാത്മാക്കൾ, ഒരുപാട് ആളുകൾ അതിൻ്റെ നേർമുകളിലാണ് ബൈത്തുൽ മഅമൂർ എന്ന് ചരിത്രത്തിൽ പഠിപ്പിച്ചു തരുന്നു. അതിനെ മലായിക്കത്തുകൾ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സന്ദർഭത്തിൽ ആ ബൈത്തുൽ മഅമൂറിലേക്ക് തവാഫിന് വേണ്ടി, പ്രദക്ഷിണത്തിന് വേണ്ടി ഇറങ്ങുന്നത് 70,000 മലക്കുകളാണ് എന്നും ഒരിക്കൽ ഇറങ്ങുന്ന മലക്കുകൾ പിന്നീട് ഇറങ്ങുന്നില്ല എന്നും അത്രയും വലിയ സംവിധാനങ്ങളാണ് അവിടെയുള്ളത് എന്ന് പറയുമ്പോൾ ആ കഅബയിലേക്ക് നോക്കിയിരിക്കലും പുണ്യമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന നല്ലവരായ സഹോദര സഹോദരിമാരെ, നമുക്ക് ഖുർആനിലേക്ക് നോക്കിയിരിക്കാനെങ്കിലും സമയം കണ്ടെത്താൻ കഴിയണ്ടേ? ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് പ്രസിദ്ധീകരണങ്ങളും പൈങ്കിളി സാഹിത്യങ്ങളും ദിനേനെ നാം ആ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ വക്താക്കളാകാൻ ആർക്കാണ് കഴിയുന്നത്? ഗൗരവത്തിൽ നാം മനസ്സിലാക്കണ്ടേ? ഇത് അള്ളാഹുവിൻ്റെ വചനമാണ് എന്ന് ലോകത്ത് മുഴുക്ക സമ്മതിക്കുകയും അടിവരയിട്ട് കൊണ്ട് അവരെല്ലാം പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ഈ വചനപ്പൊരുൾ ഇത് ഹൃദയത്തിന് പോലും സമാധാനമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂനുസിൻ്റെ 57-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബിക്കും. കണ്ടോ, നിങ്ങളെ രക്ഷിതാവിൽ നിന്നുള്ള ഉപദേശം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, ഇത് ഹൃദയത്തിന് ഏറ്റവും വലിയ ശമനമാണ്. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ,
അപ്രകാരം തന്നെ സന്മാർഗ ദർശനവുമാണ് സത്യവിശ്വാസികൾക്ക് കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ നീർവയമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് സൂറത്ത് യൂനുസിൻ്റെ 57-ാമത്തെ വചനത്തിൽ അല്ലാഹ് പഠിപ്പിച്ചു തരുന്നു. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിലുള്ള ആ സൂറത്ത്, അതിലും അല്ലാഹ് പറയുന്നുണ്ട്. എന്നിട്ടല്ല പറയുന്നു തൊട്ടടുത്ത ആയത്തിൽ, കുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അതുകൊണ്ട് വിശുദ്ധ പ്രവാചകരെ അങ്ങ് ലോകത്തിന് പറഞ്ഞു കൊടുക്കണം, ബിഫദ്ലില്ലാഹ് അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്, വബിറഹ്മതിഹി അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട്, ഫബിദാലിക ഫൽയഫ്റഹു അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ എന്ന്. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ അതാണ് അവരുടെ സംഗമവേദികളിൽ ഏറ്റവും ഖൈറായത്. ഇതിലേതാണ് ഈ റഹ്മത്ത്? ഇത് വിശുദ്ധ ഖുർആനാണ് എന്ന് മുഫസ്സിറുകൾ പഠിപ്പിക്കുന്നു. അപ്രകാരം തന്നെ ഇത് അള്ളാഹുവിൻ്റെ റസൂലാണ് ഈ കാരുണ്യം. ആ റസൂലിൻ്റെ ജന്മത്തിൽ, ആ റസൂലിൻ്റെ നിയോഗത്തിൽ നിങ്ങൾ സന്തോഷിക്കൂ എന്നുമാണ് ഇന്ന് പഠിപ്പിച്ചു തരുന്നു. ഖുർആനിൽ നിങ്ങൾ സന്തോഷിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വലിയ വെളിച്ചമാണ്, ഏറ്റവും വലിയ നന്മയുടെ നേരിൻ്റെ മാർഗം ഒരുക്കി തരുന്നതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ കുളിര് പകരുന്നതാണ്, നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തി പകരുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ദിവസം ഖുർആൻ മനഃശാന്തിയുടെ ഗ്രന്ഥമാണ് എന്നുള്ളതിൽ നമുക്ക് പരസ്പരം ഒരുമിച്ചിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റമളാൻ അള്ളാഹു അനുകൂലമാക്കി തരട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.